അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞതുപോലെ ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമുള്ളൊരു കാര്യം, മറ്റുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങ് എല്ലാ പുതുവത്സരങ്ങളും ആഘോഷിക്കുന്നത് ഈ ആദിവാസി ഗോത്ര സഭകളുടെ ഊരുകളിലൊക്കെ, അല്ലെങ്കിൽ അവരുടെ കോളനി, അവരുടെ ഉന്നതികളിലൊക്കെ പോയിട്ടാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത് 16ാമത്തേതാണ്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ജനകീയ പരിപാടിയാണിത്. ഈ ഗാന്ധി ഗ്രാമം അല്ലേ, പട്ടിയാതി കോളനികളിലോ അല്ലെങ്കിൽ ഗാന്ധിഗ്രാമം എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു 15 വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ദളിത് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഒരു ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെയും ദളിത് സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് സർക്കാരുകളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണിത്. ഇതൊരു എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ്. ഈ അന്ത്യോദയ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു പുതുവർഷം തുടങ്ങുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് ആദ്യം ആലോചിക്കണം? ഏറ്റവും താഴെയുള്ള മനുഷ്യനെ കുറിച്ച് ആലോചിക്കണം എന്നാണല്ലോ ഗാന്ധി പറഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കോളനി വന്നു കഴിയുമ്പം ഈ കോളനിയിൽ അത്യാവശ്യം വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക, നല്ലവരായ ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് ചില വീടുകൾ വെച്ച് കൊടുക്കുക, കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക, കുട്ടികൾക്ക് സൈക്കിൾ നൽകുക, അങ്ങനെ ഒത്തിരി പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പോകുന്ന ഓരോ കോളനിയിലും. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ 1 കോടി രൂപ ഞാൻ വിസിറ്റ് ചെയ്യുന്ന കോളനികൾക്ക് പട്ടികജാതി വകുപ്പ് മന്ത്രി അന്ന് അനിൽകുമാർ അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പം പിന്നെ നമ്മുടെ ഗവൺമെൻറ് അല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എന്നാൽ പോലും നാട്ടുകാരുടെ സഹകരണത്തോടെ ധാരാളം നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ നമ്മുടെ കോഴിക്കോടായിരുന്നു, ആ വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒത്തിരി പരിപാടികൾ ഞങ്ങൾ നടത്തി വരാം. 2011 എനിക്ക് തോന്നുന്നു കുന്നത്തുനാടിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? കുന്നത്തുകാട് ഉന്നതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ, അതെ, പുന്നയൂർ പഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ശ്രീ രമേശ് ചെന്നിത്തല, ആകർഷകമായൊരു പരിപാടിയാണ്. വാസ്തവത്തിൽ നമ്മുടെ പൊതുപ്രവർത്തകർ ഏറ്റെടുക്കേണ്ട കാര്യമാണ്, എല്ലായിടത്തും ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഈ സാധുക്കൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിതം എന്താണ്. കോടിക്കണക്കിന് രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പട്ടികജാതി ക്ഷേമത്തിന് വേണ്ടി, പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടി നൽകുമ്പോഴും ഈ പാവങ്ങളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. ഇതെവിടെ പോകുന്നു? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അനുവദിക്കുന്ന പണം എവിടെ പോകുന്നതെന്നറിയില്ല. ഇവർക്ക് ഏതായാലും കിട്ടുന്നില്ല. എവിടെയൊക്കെ ജീവിതം പഴയതുപോലെ തന്നെയാണ്, ബുദ്ധിമുട്ടാണ്, വേദനയോട് കഴിയുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ ജനപ്രതിനിധികളായ നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരും ഈ കോളനികളുടെയും ഉന്നതികളുടെയും ഒക്കെ മേഖലകളിൽ സന്ദർശിക്കേണ്ടത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു സൂചന കൂടിയാണ്. തീർച്ചയായിട്ടും അനുകരണീയമായ മാതൃക എന്ന് പറയും. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് തിരുവല്ലയിലായിരുന്നു എന്ന് തോന്നുന്നു, ഇക്കുറി തൃശ്ശൂരിലാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ രമേശ് ചെന്നിത്തല, തിരക്കുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ അങ്ങത്തവണ തിരുവല്ലയിലായിരുന്നു. അതെ. അപ്പോൾ ഈ 2026 കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു. കോഴിക്കോട്. 2026 ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇനി സർക്കാർ മാറും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. ഇനി 100 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് 2026 അങ്ങയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ? 10 വർഷത്തെ കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിൽ നിന്നൊരു മോചനം കേരള ജനത ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം അനിവാര്യമാണ് എൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പൂർത്തിയാകും. ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത്. സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളിതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. UDF അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല, ഈ പുതുതലമുറ മാറ്റം വരും എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. പട്ടികജാതി സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിഗണന കൊടുക്കും. കഴിഞ്ഞ തവണ കൊടുത്തതാണ്. കഴിഞ്ഞ തവണ 52 സീറ്റുകളിൽ പുതുമുഖങ്ങളായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു.
കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ അവസരം കൊടുക്കും. അത് അദ്ദേഹം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ പ്രായമായ ആളുകളെ, മുതിർന്ന ആളുകളെ മുഴുവൻ മാറ്റുമെന്നൊന്നും അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കുമോ നമ്മുടെ പ്രധാന പ്രചരണ വിഷയവും 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ? ഞാൻ ഒരു കാര്യം പറയാം. അയ്യപ്പൻ്റെ മുതലടിച്ചുകൊണ്ട് പോയി ആരും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അയ്യപ്പൻ ഒരു ശക്തിയാണ്, ഒരു വികാരമാണ്, ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ് ശബരിമല. അവിടെ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെല്ലാം പിടിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. അയ്യപ്പൻ്റെ മുതൽ കക്കുന്നവർക്ക് കാരാഗ്രഹമായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓക്കെ, താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. ഉഷാറാവട്ടെ, അങ്ങ് നിന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങേക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഇന്നത്തെ ദിവസം. പരിപാടി അങ്ങത് എൻ്റെ ഗാന്ധിഗ്രാം പരിപാടിയെ പറ്റി ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് നന്ദിയുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടികൾ അവഗണിക്കാറുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും ജനവിഭാഗങ്ങളുമായിട്ടാണ് ഞാൻ ചേരുന്നത്. അതെ, മാത്രമല്ല ഈ അന്ത്യോദയ ആശയമൊക്കെ ഉണ്ട്. നിങ്ങൾ റിപ്പോർട്ടർ അതിന് മുന്നോട്ട് വന്നതിൽ നന്ദിയുണ്ട്. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. അത് സാധാരണ മനുഷ്യരെ ഗാന്ധി പറഞ്ഞൊരു വാചകം, നിങ്ങൾ സാധാരണക്കാരന്റെ മുഖമാണ് ഓർമ്മിക്കേണ്ടത് എന്നുള്ളതാണ്. പുതുവത്സരത്തിൽ അങ്ങനെ ഓർമ്മിക്കുന്നു എന്നുള്ളതിൽ സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ പുന്നയൂരിലുള്ള ആദിവാസി ഉന്നതിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് അദ്ദേഹം കഴിഞ്ഞ 11 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഈ പുതുവത്സരം തുടങ്ങുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില പ്രേക്ഷകരൊക്കെ പറയും ഇതൊക്കെ വെറും ഷോ ഓഫ് ആണോ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെയുള്ള സൂചനകളാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് സീസൺഡ് ആയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ്. പ്രതീകാത്മകമായിരിക്കും, ഒരു ദിവസം മാത്രമല്ലല്ലോ. അദ്ദേഹം അവരെക്കുറിച്ച് ചിന്തിക്കുന്നു, അറിയുന്നു എന്നുള്ളതാണ്. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും തന്നാൽ കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമാണ്. നിങ്ങൾ സാധാരണക്കാർക്കൊപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കണമല്ലോ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവർത്തിക്കുകയാണ്, ചെന്ന് കാണിക്കുകയാണ് വേണ്ടത്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്.